കാരണം റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ തന്നെ ഏറെ വൈകിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചവരിൽ ചില ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരെയുള്ള, അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. CPM-നകത്ത് കഴിഞ്ഞ 4.5 വർഷക്കാലമായി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി ഒരു പരിഹാരവും ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് ആ വിഷയങ്ങൾ, പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറയാൻ നിർബന്ധിതനായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി ജനങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമാണ് എങ്കിൽ അത് താഴെ കിട്ടാനുണ്ട്. ആ പുസ്തകത്തിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അഴിമതിക്കാരെ ഈ പാർട്ടി സംരക്ഷിക്കുന്നു എന്നത് എനിക്ക് നേരത്തെ ബോധ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വലിയ വ്യഗ്രത നേതൃത്വം കാണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോ മൂന്നായം വളഞ്ഞാൽ 64 വളയും എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒരാളുടെ പേരിൽ നടപടിയെടുത്താൽ അവിടെ നിൽക്കില്ല. അയാൾക്ക് മറ്റാളുകളുടെ ചെയ്തികളെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകും. അയാളത് ചൂണ്ടിക്കാണിച്ചാൽ അത്തരം ആളുകൾക്കെതിരെയും നടപടിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആരും ഒന്നും കണ്ടാൽ മിണ്ടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് നേതൃത്വം പോയതിന്റെ ഫലമായിട്ടാണ് ഈ നിലയിലുള്ള ഒരവസ്ഥയിലേക്ക് പയ്യന്നൂരിൽ എത്തിച്ചേർന്നത്. ഇവിടെ ഞാൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചതേയല്ല, ആലോചിച്ചതേയല്ല. പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ ഈ കളങ്കിതനായ വ്യക്തിയെ, കുറ്റാരോപിതനായ വ്യക്തിയെ മാറ്റി നിർത്തി മറ്റൊരാളെ LDF സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഈ മത്സര രംഗത്തേക്ക് വരുമായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും പാർട്ടി മെമ്പർഷിപ്പിൽ ഉൾപ്പെടെ വലിയ വിഭാഗം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന സന്ദർഭത്തിലും അയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചപ്പോ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പോരാട്ടം ഇനിയും തുടരണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും അതിനനുസരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാകൂ എന്ന ബോധ്യത്തിലാണ് ഈ നിലയിൽ സ്ഥാനാർത്ഥിയാകാൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോ അതിന് പൂർണ്ണ പിന്തുണ നൽകാൻ തയ്യാറായ ഐക്യജനാധിപത്യ മുന്നണിയെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാം. ആ നിലയിൽ പയ്യന്നൂരിന്റെ ചരിത്രം ഇന്നേ വരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരാളും ജയിച്ചു വരാത്ത ചരിത്രമാണ് പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ആ ചരിത്രം തിരുത്തി കുറിക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം.
അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടാകണം. താഴെത്തലം വരെ ജനങ്ങളിലേക്ക് എത്തി ഈ സന്ദേശം എത്തിക്കാനും വോട്ടഭ്യർത്ഥിക്കാനും സാധിക്കത്തക്ക രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ചുരുക്കം ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, ആ ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിന് നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹായവും മുൻകൈയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം.